ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 85. നമ്മളിന്ന് 16-ാമത്തെ അധ്യായമായിട്ട് 11 മുതൽ 20 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതിലെ ദേവത ഇന്ദ്രൻ തന്നെയാണ്. ഇന്ദ്രൻ എന്നത് ആറ്റമായിട്ട് കാണുക. പതിനൊന്നിൽ എന്താണ് പറയുന്നത് നോക്കാം. ആറ്റത്തിനെ പറ്റി തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്, രുദ്രനെ പറ്റി. അങ്ങയുടെ ആയുധ വിശേഷങ്ങളിൽ ഞങ്ങളിൽ നിന്ന് ക്ലേശങ്ങൾ ഒഴിഞ്ഞു പോകാൻ സഹായിക്കണേ, ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ. നമുക്ക് രുദ്രന്റെ ആയുധങ്ങളുടെ വിശേഷണങ്ങൾ ആറ്റങ്ങൾക്ക്, രുദ്രൻ എന്ന ആറ്റങ്ങളുടെ ആയുധം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവയായിട്ട് അറ്റാക്ക് ചെയ്ത് വേറെയായിട്ട് കൂടിച്ചേരാനുള്ള കഴിവുണ്ട്. നമ്മൾ ഒരു വസ്തുവിനെ വേറൊന്നാക്കി മാറ്റുമ്പോൾ ആ വസ്തു മറ്റേതാക്കി മാറ്റുമ്പോൾ അതിൽ ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ആറ്റം അതിൻ്റെ കൂടെയുള്ള ആറ്റത്തെ ചിലപ്പോൾ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറെ ആറ്റവുമായിട്ട് കൂടിച്ചേരും. വേറെ ആറ്റം സ്വതന്ത്രമല്ലെങ്കിൽ അത് വേറെ നിൻ്റെ പരം കൂടി എത്തുകയാണെങ്കിൽ അതിന് മറ്റേനെ എടുത്ത് കളഞ്ഞിട്ട് ഇനി എടുത്ത്, അപ്പോൾ ഒരു ഏറ്റുമുട്ടൽ. അതുകൊണ്ടാണ് ആയുധമായിട്ട് ചിത്രീകരിച്ചത്. എല്ലാ രാസപ്രവർത്തനങ്ങളും ഏറ്റുമുട്ടലുകളാണ്. പൊട്ടിക്കുക, കൂട്ടിച്ചേർക്കുക, അപ്പോൾ എതിർപ്പുകളെല്ലാം ഉണ്ടാവും. അത് ഞങ്ങൾക്ക് ക്ലേശങ്ങൾ, നമ്മളെ കഷ്ടപ്പാട് ദൂരീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം പുതിയ മരുന്നുകളെല്ലാം നമ്മൾ ഉണ്ടാക്കും. ചില വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് മരുന്നാക്കി മാറ്റുമ്പോൾ അതിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ആറ്റം അത് അതിൻ്റെ കൂടെയുള്ളതിനെ ചിലതിനെ കളയും, വേറെ അതിൻ്റെ കൂടെയുള്ളതിനുമായിട്ട് കൂടിച്ചേർന്നിട്ടെല്ലാം പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ക്ലേശങ്ങൾ അകറ്റും, ഞങ്ങൾക്ക് സംരക്ഷണവും നൽകും. സംരക്ഷണം രോഗങ്ങളാണെങ്കിൽ മരുന്നുകളുടെ രൂപത്തിൽ അത് രോഗാണുക്കളെയെല്ലാം നശിപ്പിക്കും. ശത്രുക്കളെ എതിർക്കേണ്ടിക്കാൻ നമ്മൾ ആറ്റങ്ങളെ തന്നെയാണ്, ആറ്റം ബോംബെല്ലാം ഉപയോഗിക്കുന്നില്ല. എല്ലാ രാസവാസന പ്രവർത്തനത്തിലും ആറ്റങ്ങളാണ് ഇൻവോൾവ് ആകുന്നത്. ഇനി 12 എന്താ പറയുന്നത് നോക്കാം. ശത്രുക്കൾ നമ്മുടെ നേരെ പ്രയോഗിക്കുന്ന ആയുധങ്ങളെ അങ്ങ് ഞങ്ങളുടെ നേർക്കു നിന്നും മാറ്റിയാൽ, അപ്പോൾ നമുക്ക് നേരെ ശത്രുതയായി വരുന്നതിനെയെല്ലാം നിർവീര്യമാക്കാനുള്ള കഴിവ് നമ്മൾ പ്രതിരോധ സംവിധാനത്തിലൂടെ നമ്മൾ ഏറ്റെടുക്കും. അതിലെല്ലാം ആറ്റങ്ങളാണുള്ളത്. ഇപ്പോൾ ഒരു വിഷപ്പുകയുണ്ടെന്ന് വെച്ചോളൂ. ആ വിഷപ്പുകയെ തടയാൻ ചിലപ്പോൾ ആ വിഷപ്പുകയെ ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മൾ വേറെ എന്തെങ്കിലും പുക ഉപയോഗിച്ചെന്ന് വരും. ഉദാഹരണമായിട്ട് രോഗാണുക്കൾ നമ്മുടെ മുറിയിൽ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പുകക്കുന്ന വസ്തുവെല്ലാം ആറ്റങ്ങൾ തന്നെയാണ്, രാസവസ്തുക്കളാണ്. അത് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചാണ്. ഇപ്പോൾ രോഗാണുക്കളെല്ലാം നശിച്ചു പോകും. ഇപ്പം ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നേടാൻ രുദ്രനോട് പറയാണ്, അവയെ ഞങ്ങളുടെ നേരെ നിന്നും മാറ്റിയാൽ. അതുകൊണ്ടാണ് രോഗാണുക്കളെല്ലാം പകരുന്ന രോഗാണുക്കൾ ഉള്ളപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അകത്ത് പുകയ്ക്കുക, ചിലത് സ്പ്രേ ചെയ്യുകയെല്ലാം ചെയ്യുന്നത്. ഇപ്പം കൊതുക് വരുന്നതിന് മറ്റേ ഹിറ്റെല്ലാം എടുത്ത് അടിക്കുമല്ലോ. അപ്പോൾ ആ രാസവസ്തു എന്ത് ചെയ്യും? അത് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അത് രോഗാണുക്കളെ കൊതുകിനെയെല്ലാം ഓടിക്കും. അവർ കൊടുക്കുന്ന ശത്രുക്കൾ ചെയ്യുന്ന ആയുധത്തെ ഞങ്ങളിൽ നിന്നും മാറ്റിയാൽ, ശത്രുക്കൾ നമ്മൾ നേരെ എന്തോ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൽ നിന്നും മാറ്റണം. കാരണം നമുക്ക് ഏശാത തരത്തിൽ അതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് രാസവസ്തുക്കൾ തന്നെ ആണ്. ഇപ്പം വേറെ രോഗാണുക്കളെല്ലാം മുഖത്തെല്ലാം വരാതിരിക്കാൻ നമ്മൾ മുഖത്ത് ക്രീമെല്ലാം വരട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. എല്ലാം രുദ്രന്മാരാണ്. ആറ്റങ്ങളെ കൊണ്ടാണ് വ്യത്യസ്ത തരം വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി 13, 100 ആവനാഴികളുള്ളത്. 100 ആവനാഴികൾ എന്ന് പറയുമ്പോൾ ആറ്റങ്ങൾ തന്നെ ഏകദേശം 100 തരത്തിലുണ്ട്. 100 തരത്തിലുള്ള ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആറ്റങ്ങളാണ് അതിൻ്റെ ആവനാഴികൾ. ആറ്റങ്ങളിൽ നിന്ന് വരുന്ന ഫലങ്ങളാണ് രാസപ്രവർത്തനത്തിനെല്ലാം കാരണമായി തീരുന്നത്. സഹസ്ര ചക്ഷുസ്സുകൾ ഉള്ളതുമായ അങ്ങ്
എത്രയോ കണ്ണുകൾ അതിനുണ്ട്. ഉദാഹരണമായിട്ട് കണ്ണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാറ്റത്തിന് നമുക്കറിയാം, രുദ്രന് കഥാപാത്രമായി വരുമ്പോൾ 3 കണ്ണുകളുണ്ട്, ത്രിശൂലങ്ങളുണ്ട്. എല്ലാവരും 3ഉമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് 3? ആറ്റങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് ഊർജം കൊണ്ടാണ്. ഊർജം എന്നത് അതിൻ്റെ ഇലക്ട്രോണിൽ ആറ്റങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ആ ഊർജം 3 തരത്തിലാണ് പുറത്തു വരുന്നത്. ഒന്ന്, ഇലക്ട്രോൺ ഓർബിറ്റിൽ നിന്ന് വരുന്ന, ഒരാറ്റത്തിൻ്റെ ഓർബിറ്റിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകളിലെ ഊർജം. അതാണ് നമ്മൾ വൈദ്യുതിയായിട്ട് ഉപയോഗിക്കുന്നത്, കത്തുമ്പോഴെല്ലാം ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു വരുന്ന ഇലക്ട്രോണുകളുടെ ഊർജമാണ്. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ വേറൊന്നുമായിട്ട് കൂടി ചേരുമ്പോൾ അധികമുള്ള ഊർജം നമുക്ക് വിട്ടുതരും. അതാണ് കത്തലിലെല്ലാം സംഭവിക്കുന്നത്. അത് ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട ഊർജമാണ്. അതാണ് ഒരു കണ്ണ്. ആറ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജം ഇലക്ട്രോണിൻ്റെ ഊർജമാണ്. കത്തലിലെല്ലാം അതാണുള്ളത്, വൈദ്യുതിയിൽ അതാണുള്ളത്. രണ്ടാമത്തത് ഓർബിറ്റൽ എനർജി. ഓർബിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഊർജ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തു വരുമ്പോഴുള്ള ഊർജമല്ല രണ്ടാമത്തെ ഓർബിറ്റിൽ നിന്ന് വരുന്നത്, മൂന്നാമത്തെ ഓർബിറ്റ്. അപ്പോൾ ഏത് ഓർബിറ്റിൽ നിന്ന് വരുന്ന അനുസരിച്ചിരിക്കും ആ ഇലക്ട്രോണിൻ്റെ ഊർജം. അത് ഓർബിറ്റൽ എനർജി. അതാണ് രണ്ടാമത്തെ കണ്ണ്. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളിലും വരുന്നതാണ്. ഇലക്ട്രോണിൻ്റെ എനർജിയും ഓർബിറ്റൽ എനർജിയും. മൂന്നാമത്തെ ഊർജമാണ് ശിവന്റെ തൃക്കണ്ണ്. അത് ശിവന്റെ അകത്തുള്ള, ആറ്റത്തിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന എനർജിയാണ്. അതാണ് ആറ്റം ബോംബിലെല്ലാം, ന്യൂക്ലിയർ ബോംബിലെല്ലാം സംഭവിക്കുന്നത്. അതെന്ത് ചെയ്ത് കളയും? എല്ലാത്തിനെയും ഭസ്മീകരിച്ച് കളയും. തൃക്കണ്ണ് അത് അപൂർവമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പം ആറ്റത്തിൻ്റെ എനർജി 3 തരത്തിൽ. അതുകൊണ്ടാണ് ത്രിശൂലമായിട്ടും 3 കണ്ണായിട്ടും ശിവന് കൊടുത്തിരിക്കുന്നത്. ത്രിശൂലത്തിലും സൈഡിലുള്ള 2 ഇലക്ട്രോൺ എനർജിയും ഓർബിറ്റൽ എനർജിയും, നടുവിലുള്ളതാണ് ന്യൂക്ലിയർ എനർജി. അപ്പം ഈ ശിവനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും, കഴുത്തിലൊരു സർപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണത്. ആ ഓർബിറ്റൽ എനർജി ഉണ്ട്, ഓർബിറ്റൽ എനർജി എന്ന് പറയും. അത് തന്നെയാണ് നമ്മൾ നേരത്തെ ഒരു ശൂലത്തിൻ്റെ എല്ലാം രണ്ടാമത്തേതായിട്ട് പറഞ്ഞത്. അങ്ങനെ കുറേ വരും. കെമിസ്ട്രി ഒന്നും ഇവിടെ അധികം പോകാനൊന്നും പറ്റില്ല. അപ്പം സഹസ്ര ചക്ഷുസ്സുമായ അങ്ങ് കണ്ണുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ആറ്റത്തെ പറയുന്നത്. ആറ്റത്തിൻ്റെ രൂപവും കണ്ണിൻ്റെ രൂപവുമായിട്ട് ബന്ധമുണ്ട്. ധനുസിനെ അയച്ചു പിടിച്ചാലും അങ്ങയുടെ ധനുസ് ശക്തി കുറക്കണം. ആറ്റങ്ങൾക്ക് ഭയങ്കര ശക്തിയാണ്. അങ്ങനെ ശക്തി കുറഞ്ഞിട്ടാണ് അത് മറ്റുള്ളതുമായിട്ട് കൂടിച്ചേർന്നിട്ട് തന്മാത്രകളായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങയുടെ അടുത്ത് പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ന്യൂക്ലിയർ ബോംബ് അടക്കമുണ്ട്. അതൊന്നും നമ്മുടെ നേരെ പ്രയോഗിക്കരുത്. അതിൻ്റെ ഒന്ന് ശക്തി കുറച്ചിട്ട് പിടിക്കണം. അതിൻ്റെ ശക്തി കുറച്ച് പിടിച്ചിട്ടാണ് നമ്മൾ വൈദ്യുതിയെല്ലാം ഉണ്ടാക്കുന്നത്. ആറ്റോമിക് റിയാക്ടറിലെല്ലാം വൈദ്യുതി ഉണ്ടാക്കുന്ന അതിൻ്റെ ശക്തി കുറച്ച് പിടിച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ്. ബാണമൂർച്ചയെ കുറക്കുകയും ചെയ്യുക. അങ്ങയുടെ ബാണം നമ്മളിലേക്ക് ദോഷം ചെയ്യരുത്. ന്യൂക്ലിയർ എനർജീനെ തുറന്നങ്ങ് വിട്ട് കഴിഞ്ഞാൽ എല്ലാം നശിപ്പിച്ചു കളയും. അതിനപ്പോൾ ശക്തി കുറച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതിയായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാം. നമ്മളോട് നല്ല മനസ്സ് തോന്നുന്ന അങ്ങ്, നല്ല മനസ്സ് തോന്നിയാണെങ്കിൽ നമുക്ക് ന്യൂക്ലിയസിൽ നിന്ന് കിട്ടുന്ന ഊർജത്തെ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം നമ്മളെ സഹായത്തിന്. എല്ലാം നശിപ്പിക്കുന്ന രൂപത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മുഴുവൻ കരിച്ചു പോവുകയും ചെയ്യും. അങ്ങ് ഞങ്ങൾക്കായി മംഗളം നേരുക. അപ്പം നമ്മളെ നന്മയ്ക്ക് വേണ്ടി ആറ്റോമിക് എനർജീനെ അടക്കം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആറ്റത്തിൻ്റെ എനർജിയാണ് ഇന്ന് ലോകത്തിലും ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന, വലിയ പ്രശ്നമൊന്നുമില്ലാതെ. പക്ഷേ അതിനുള്ള ദോഷവുമുണ്ട്. ഇപ്പോൾ പൊട്ടിയിട്ട് വല്ല ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് തീരും. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എല്ലാം പൊട്ടിത്തെറിച്ചാൽ അപ്പം അതിന് നല്ല വശമുണ്ട്. പക്ഷേ അതേസമയം ഈ നമ്മളെ ശക്തി കുറച്ചിട്ട് നമുക്ക് ദോഷമായിട്ട് തീരരുത്. 14 രുദ്രൻ്റെ
യുദ്ധമഹിമക്കെല്ലാം നമ്മൾ പ്രണാമം അർപ്പിക്കുന്നു. അതായത് അതിന് ഭയങ്കര ശക്തിയാണ്. അത് യുദ്ധമാണ് എപ്പോഴും ചെയ്യുന്നത്. ഏത് കർമ്മത്തിൽ യുദ്ധമാണ് ചെയ്യുന്നത്. നമുക്ക് ചൂട് കിട്ടുന്നത് എങ്ങനെയാണ്? ഇസ്തിരിപ്പെട്ടിയിൽ ചൂട് കിട്ടുന്നത് എങ്ങനെയാണ്? വൈദ്യുതിയിൽ ആ ഇലക്ട്രോൺ ഒഴുകുമ്പോൾ, ആറ്റത്തിലെ ഇലക്ട്രോൺ ഒഴുകുമ്പോൾ കമ്പി എതിർപ്പ് പറയും. സമ്മതിക്കില്ല, എതിർക്കും. ആ ഏറ്റുമുട്ടലിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ചൂട് കിട്ടുന്നത്. അങ്ങയുടെ ഇരു കൈകളിലും നിലനിൽക്കുന്ന ബാണങ്ങൾക്കും ധനുസ്സുകൾക്കും പ്രണാമം. ഇരു കൈകളിലുമുള്ള രണ്ട് തരത്തിലുള്ള ഊർജമാണ് നമ്മൾ സാധാരണ ആറ്റത്തിൽ നിന്ന് ഉപയോഗിക്കുന്നത്. അതാണ് രണ്ട് കണ്ണ്. മൂന്നാമത്തത് തൃക്കണ്ണ് അപൂർവമായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. ഇലക്ട്രോൺ എനർജിയും ഓർബിറ്റൽ എനർജിയാണ് നമ്മൾ എപ്പോഴും സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി 15 രുദ്രൻ ഒരിക്കലും നമ്മളുടെ പിതൃക്കളെ വധിക്കരുത്. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ പൂർവികന്മാർക്കെല്ലാം അത് ദോഷം ചെയ്തിട്ടുണ്ട്. എത്രയോ യുദ്ധങ്ങളിൽ ഇപ്പം നമ്മളെ ന്യൂക്ലിയർ ബോംബ് ജപ്പാനിലെ ഹിരോഷിമയിൽ നാഗസാക്കിയിലെല്ലാം ന്യൂക്ലിയർ ബോംബ് ഇട്ടപ്പോൾ എത്ര പിതൃക്കളെയാണ് നശിപ്പിച്ചത്. ഞങ്ങളുടെ കുട്ടികളോ യുവജനങ്ങളോ ഗർഭസ്ഥ ശിശുക്കളോ ഉപദ്രവിക്കപ്പെടരുത്. അപ്പം ഈ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഞങ്ങളെ കുട്ടികൾ മരിക്കും. എത്ര കുട്ടികളാണ് അന്ന് മരിച്ചത്? പിതൃക്കളെ വധിക്കരുത്. പിതൃക്കളെ വധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികരെ വധിച്ചിട്ടുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലെല്ലാം പിതൃക്കളെ വധിച്ചിട്ടുണ്ട്, കുട്ടികളെ വധിച്ചിട്ടുണ്ട്, യുവജനങ്ങളെ വധിച്ചിട്ടുണ്ട്. ഗർഭത്തിലുള്ള ശിശുക്കളെ ഉപദ്രവിക്കരുത്. ഗർഭസ്ഥ ശിശുക്കൾക്ക് പോലും തലമുറകളായിട്ട് അത് ദോഷം ചെയ്തിട്ടുണ്ടെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയ കാര്യമാണ്. അതിനി നമുക്കും ചെയ്യരുത്. ഭാവിയിലും ഈ ആറ്റങ്ങൾ ഇങ്ങനത്തെ ദോഷം നമുക്ക് ചിലപ്പം ഇപ്പോൾ ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. എപ്പോഴും ന്യൂക്ലിയർ ബോംബ് എടുത്ത് പ്രയോഗിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ പറയുകയാണ്, നീ നമ്മളെ നശിപ്പിക്കരുത്, ഗർഭത്തിലുള്ള ശിശുക്കളെ അടക്കം നശിപ്പിക്കരുത്. ഇനി 16 നമ്മളെ നവജാത ശിശുക്കളെ പ്രത്യേകം എടുത്തു പറയും. നോക്കൂ, ന്യൂക്ലിയർ ബോംബാണെങ്കിൽ നവജാത ശിശുക്കളെ, ജനിക്കാൻ പോകുന്ന ശിശുക്കളിൽ പോലും അത് പ്രശ്നമുണ്ടാക്കും. ഗോക്കളെ, അശ്വങ്ങളെ, ഒട്ടകങ്ങളെ, ആനകളെ, വീരന്മാരെ ഒന്നും ദ്രോഹിക്കുകയോ വധിക്കുകയോ ചെയ്യരുത്. അപ്പം വല്ലവരും രക്ഷപ്പെട്ടാൽ അവർക്ക് ദ്രോഹം ചെയ്യും, അല്ലെങ്കിൽ വധിക്കുക തന്നെ ചെയ്യും. ഹേ രുദ്ര, അങ്ങേക്കായി ഹവിസ് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തവം ചെയ്യുന്നു. സ്തവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക, അതായത് ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക. അതായത് നമ്മളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ശരിയായ നിലയിൽ അങ്ങയെ നമ്മൾ പ്രാപിക്കും. അതായത് രുദ്രനെ ഉപയോഗിക്കുമ്പോൾ, ആറ്റങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരിയായ നല്ല ലോക പുരോഗതിക്കായിട്ട് ഉപയോഗിക്കും. അല്ലാതെ ലോകത്തെ നശിപ്പിക്കുന്ന തരത്തിൽ ആറ്റം ബോംബും ന്യൂക്ലിയർ ബോംബൊന്നും ആ തരത്തിലൊന്നും നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പറയുകയാണ്. ഇനി 17 രുദ്രൻ്റെ സ്വർണമയ ഹസ്തങ്ങൾക്ക് പ്രണാമം. സ്വർണമയ ഹസ്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ സ്വർണമുണ്ടല്ലോ, എല്ലാം ഗോൾഡ് ആറ്റമാണല്ലോ. അപ്പം പലതരത്തിലുള്ള ഹസ്തങ്ങളുണ്ട്. അതായത് ഈ ഹസ്തങ്ങളെല്ലാം നമുക്ക് ധനം നേടിത്തരുന്നതാണ്. ഈ രുദ്രൻ്റെ ഹസ്തങ്ങൾ വേണ്ടിയെങ്കിൽ ബോണ്ടുകളായിട്ട് നമുക്ക് കെമിസ്ട്രി പഠിച്ചവരാണെങ്കിൽ ബോണ്ടുകളായിട്ട് എടുക്കാം. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഇങ്ങനെയെല്ലാം പലതരം ബോണ്ടുകളുണ്ട്. ഈ ഹസ്തങ്ങൾക്ക് പ്രണാമം. അതാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്നത്. ദിശാപതിയാണ്. ആ ബോണ്ടുകൾ തന്നെ ഏതിനെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്? ആറ്റത്തിൽ നിന്നാണ് ദിശകൾ ഉണ്ടായത്. അഷ്ടദിക്പാലകർ, 8 ദിക്കുകൾ. അതാണ് ഒക്ടറ്റ് റൂൾ. കെമിസ്ട്രി പഠിച്ചവർക്ക് അറിയാം. 8 ദിക്കുകളിൽ 8 ഇലക്ട്രോണുകൾ ഏറ്റവും പുറത്ത് ഓർബിറ്റിൽ. അതാണ് ദിക്കുകളായിട്ട് മാറിയത്. അതുകൊണ്ടാണ് ദിശാപതിയും. വൃക്ഷങ്ങളിൽ ഹരികേശനും. വൃക്ഷങ്ങളിൽ പച്ച നിറത്തിലുള്ള ഇലകളിലുള്ള ക്ലോറോഫിൽ, അതാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിന്. അവിടെയും ഇലക്ട്രോണുകളാണ്, ഫ്രീ ഇലക്ട്രോണുകളാണ്.
അത് ആ വിഷയം പഠിച്ചവർക്ക് അറിയാം. പശുപതി എന്ന് പറയുമ്പോൾ, പശുപതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് തന്നെയാണ് ഉള്ളിലുള്ള അതിൻ്റെ പതി, ശ്വാസത്തിൻ്റെ പതി എന്നെല്ലാം പറയാം. ജീവൻ്റെ പതി എന്നെല്ലാം വേണ്ടിക്ക് പറയാം. പശു എന്ന് പറയുന്നത് ജീവജാലങ്ങളാകാം. ജീവജാലങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാണനാകാം, ആത്മാവാകാം, അല്ലെങ്കിൽ ജീവനാകാം. ജീവൻ എന്ന് പറയാം, ജീവൻ്റെ പതി. ജീവൻ നിലനിർത്തുന്നത് എന്താണ്? ബ്രഹ്മമാണ്, ആത്മാവാണ്. ആ തരത്തിലെല്ലാം അതിനെ എടുക്കാം. ശത്രുഹന്താപം, നമ്മൾ ഏത് പ്രശ്നങ്ങളുടെ തടസ്സങ്ങളെയും മാറ്റുന്നതിന് നമ്മളെ സഹായിക്കുന്നത് രുദ്രനാണ്. പ്രദീപ്തനും പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നവനും എല്ലാമായ രുദ്രന് പ്രണാമം. ഇനി 18 അന്നപതിക്ക് പ്രണാമം. അന്നം നൽകുന്നത്, നമുക്ക് ഭക്ഷണം നൽകുന്നതെല്ലാം ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അന്നം തന്നെയാണെന്ന് കഴിഞ്ഞ ഒരു ഉപനിഷത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്നങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്, ആറ്റങ്ങളാണ്. അപ്പം അന്നപതി എന്ന് പറഞ്ഞാൽ ആറ്റമായിട്ട് എടുക്കുക. ആറ്റത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അന്നപതിക്ക് പ്രണാമം. തവിട്ട് നിറത്താൽ ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. തവിട്ട് നിറം എന്ന് പറയുമ്പോൾ നമുക്ക് ധാന്യങ്ങളിലെല്ലാം വരുന്ന നേരത്തിൽ അതാണല്ലോ നമ്മളെ ഭക്ഷണം. അതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് രുദ്രനാണ്. ഏറ്റവും ഉള്ളിലുള്ള അങ്ങയുടെ ബാണങ്ങൾക്ക് പ്രണാമം. അങ്ങയുടെ ഉള്ളിലുള്ള ബാണങ്ങളാണ്, ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ബാണം ഏതെല്ലാം? ന്യൂക്ലിയസ് നിന്ന് വരുന്ന ബാണമാണ് ഏറ്റവും മഹത്തരമായത്, ന്യൂക്ലിയർ ബോംബ്. അതുകൊണ്ട് തന്നെ ലോകപതിയാണ്, ലോകം തന്നെ ഉണ്ടായിരിക്കുന്ന അങ്ങിൽ നിന്നാണ്. രതിയുമാണ്. വസ്തുക്കൾ നിറഞ്ഞ ഭൂമിപതിയും വനസ്പതിയുമെല്ലാം മായ അങ്ങേക്ക് പ്രണാമം. ഭൂമിയായി തീർന്നത് അങ്ങാണ്. ആറ്റങ്ങളാക്കലാണ് ഭൂമി ഉണ്ടായിരിക്കുന്നത്. വനസ്പതി, ചെടികളിൽ സസ്യങ്ങളിലെല്ലാം ഉള്ള എല്ലാം നീരുകൾ എല്ലാം എന്ത് തന്നെയാണ്? ആറ്റം തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് പ്രണാമം. ചുവപ്പ് നിറം മാറുന്നവനെ നേരത്തെ തവിട്ട് എന്ന് പറഞ്ഞു. ഊർജ രൂപത്തിൽ പ്രവഹിക്കുന്നത് അഗ്നി. അഗ്നി രൂപത്തിൽ, ഊർജ രൂപത്തിൽ ഏതിൽ നിന്നാണ് വരുന്നത്? ആറ്റത്തിൽ നിന്ന് തന്നെയാണ് ഊർജം പുറത്തേക്ക് വരുന്നത്. അങ്ങേക്ക് നമസ്കാരം. ആറ്റത്തിൽ നിന്നാണ് ഇലക്ട്രോൺ പുറത്തേക്ക്, ഇലക്ട്രോൺ വരുന്നതാണ് ഇലക്ട്രിക്കൽ എനർജി. ന്യൂക്ലിയസിൽ നിന്ന് വരുന്നത് ന്യൂക്ലിയർ എനർജി. അങ്ങ് വൃക്ഷങ്ങളുടെ നാഥനാണ്. വൃക്ഷങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ആ പച്ച ഇലയിലുള്ള പച്ചയാണ് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഇലക്ട്രോൺ, ഫ്രീ ഇലക്ട്രോൺ, സൂര്യപ്രകാശം വരുമ്പോൾ ഇലക്ട്രോണ് അതെടുത്തിട്ട് ഫ്രീ ഇലക്ട്രോണായി മാറും. അതുകൊണ്ട് വൃക്ഷപതിയാണ്, മന്ത്രപതിയാണ്. മന്ത്രപതി എല്ലാ വേദങ്ങളും, വേദമന്ത്രങ്ങൾ സയൻസ്, എല്ലാ സയൻസും ആറ്റങ്ങളുമായിട്ട് രാസപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാണിജ്യപതി, കച്ചവടം എല്ലാം തന്നെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് കച്ചവടം നടത്തുന്നത്. അതെല്ലാം ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. രഹസ്യങ്ങളുടെ പകുതി, എല്ലാ രഹസ്യങ്ങളും, ഏത് രഹസ്യമാണ് ഏറ്റവും വലിയ? ഒക്ടറ്റ് റൂള്, ആറ്റത്തിൻ്റെ അകത്തുള്ള ആ റൂള്. ലോകപതിയും ഐശ്വര്യം നൽകുന്നവൻ. ആറ്റത്തിലൂടെയാണ് നമ്മൾ പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിട്ട് ഐശ്വര്യം നേടുന്ന. ഭക്ഷണം തന്നെ ആറ്റത്തിലൂടെയാണ്. കാലാൾ സൈന്യപതിയുമായ അങ്ങേക്ക് പ്രണാമം. എല്ലാതരം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അങ്ങ് തന്നെയാണ്. ഇനി 20 എല്ലാറ്റിലും തിളങ്ങുന്ന അങ്ങേക്ക് പ്രണാമം. എല്ലാ വസ്തുക്കളും തിളങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ നിറത്തിന് കാരണം എന്താണ്? അതിൻ്റെ ആറ്റത്തിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ടെല്ലാം ബന്ധപ്പെട്ടതാണ്. സജ്ജനങ്ങൾക്കും ജിജ്ഞാസുക്കൾക്കും പതിയായ അങ്ങേക്ക് പ്രണാമം. സജ്ജനങ്ങളും ജിജ്ഞാസുക്കളും, ജ്ഞാനം തികയുന്നവരെല്ലാം ആരെയാണ് ആശ്രയിക്കുന്നത്? സജ്ജനങ്ങളും ജ്ഞാനം തികയുന്നവരുമെല്ലാം നല്ല കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട്, ബുദ്ധി നേടുന്നതിന് വേണ്ടി ആരെയാണ് ആശ്രയിക്കുന്നത്? ആറ്റത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ആറ്റത്തിലുള്ള കെമിസ്ട്രിയിലൂടെയുള്ള ജ്ഞാനത്തിലൂടെയാണ് ലോക പുരോഗതി സംഭവിക്കുന്നത്. അതിൻ്റെ എല്ലാം പിന്നിൽ ആറ്റമാണ്, രുദ്രനാണ്.
നിരന്തര ദ്രോഹങ്ങളും രോഗങ്ങളും തരുന്നവരെ ഓടിക്കുന്ന അങ്ങേക്ക് പ്രണാമം. രോഗം വരുമ്പോൾ അതിനെ ഓടിക്കാൻ നമ്മൾ മരുന്നാണ് കഴിക്കുന്നത്. മരുന്ന് എന്തിനെ കൊണ്ടുണ്ടാക്കിയതാണ്? ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. ആരെങ്കിലും ദ്രോഹിക്കാൻ വരുമ്പം ബോംബ് എടുത്തിടുന്നുണ്ടെങ്കിൽ ആ ബോംബ് ഇതിനെ കൊണ്ടാണ്? ആറ്റങ്ങളെ കൊണ്ടാണ്. എല്ലാറ്റിനെയും നായകനായ അങ്ങേക്ക് പ്രണാമം. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ നിലയിലെല്ലാം അങ്ങേക്ക് പ്രണാമം.